ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നൊരു സീലിംഗ് ഫാനാണ്. ഈ സീലിംഗ് ഫാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സീലിംഗ് ഫാൻ എടുത്തിട്ടിപ്പം 1 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇത് സ്പീഡ് കുറഞ്ഞ് നല്ലോണം ഹീറ്റായി ഇപ്പം ഫാൻ നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷനിലാണ് നമ്മളിത് ഇളക്കി നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് കണ്ടിട്ട് അലൂമിനിയം ആണോ കോപ്പറാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം, അതിൻ്റെ വൈൻഡിങ് ഏത് കമ്പിയിട്ടാണ് ചെയ്തേക്കുന്നതെന്നുള്ളത്. അലൂമിനിയത്തിനായിരിക്കും സാധാരണ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഫാനിൻ്റെ ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും വൈൻഡിങ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ ഇതൊരു അലൂമിനിയം വൈൻഡിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കോറ് ചേഞ്ച് ചെയ്യാം. ആ ഒരു ഷാഫ്റ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ആ കോറ് ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം പുതിയ കോപ്പർ വൈൻഡിങ്ങിൻ്റെ കോറും കൂടെ എടുക്കാം. അപ്പോൾ ഇതാണ് കോപ്പർ വൈൻഡിങ്ങിൻ്റെ കോറ്. ഇത് കാഴ്ചയിൽ തന്നെ കോപ്പർ വൈൻഡിങ് കാണാനും ഒരു ഭംഗിയുണ്ട്. ഇനി ഷാഫ്റ്റ് ഊരി മാറ്റാം നമുക്ക് ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിൻ്റെ അടിവശം തങ്ങളിൽ ഹൈറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷാഫ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിനെ എടുത്തിട്ട് വേണം നമുക്ക് ആ പുതിയ കോറിലേക്ക് ഫിറ്റ് ചെയ്യാൻ. അതിനാദ്യമേ നമ്മൾ വയർ ആ കോറിൽ നിന്ന് ഊരി മാറ്റുകയാണ്. രണ്ട് കോറിൻ്റെയും വയർ നമ്മൾ ഊരി മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ നമ്മുടെ ഹൈഡ്രോളിക് വൈസിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ നമ്മൾ ആ വൈസ് സെറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് 510 ഹൈഡ്രോളിക് വൈസ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഫാൻ കോറിനകത്തുനിന്ന് ഷാഫ്റ്റ് ഇളക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മളതിൻ്റെ ബേസിലുള്ള 2 പ്ലേറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കോറ് നമുക്ക് ഇനി വേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഷാഫ്റ്റ് മാത്രം ഊരുന്നതിന് വേണ്ടി അടിയിലൊന്നും വയ്ക്കുന്നില്ല. ഡയറക്റ്റ് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടാണ് ഷാഫ്റ്റ് ഊരുന്നത്. അങ്ങനെ നമ്മുടെ ഷാഫ്റ്റ് ഊരുന്നതൊന്ന് ഊരി വന്നു. ഇനി നമുക്ക് ആ പഴയ കോർ ആവശ്യമില്ല, അത് അലൂമിനിയം ആയതുകൊണ്ട് നമ്മൾ ഇനി അതിനകത്ത് റീവൈൻഡിങ് ചെയ്യുന്നില്ല. ഇനി പുതിയ കോറിൽ നിന്ന് നമുക്ക് ആ ഷാഫ്റ്റ് ഊരി മാറ്റാം. അതെങ്ങനെയാണ് ഊരി മാറ്റുന്നത് നോക്കാം. കോറിന് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു GI പൈപ്പിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നു. അതിന് മുകളിലേക്ക് കോറിനെ വയ്ക്കുന്നു. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഷാഫ്റ്റ് നമ്മൾ അതിൽ നിന്ന് ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ പുതിയ കോറിലേക്ക് ആവശ്യമുള്ള പഴയ ഷാഫ്റ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അത് ചെയ്യേണ്ടത് അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഷാഫ്റ്റ് പ്രസ് ചെയ്ത് ഇറക്കുന്നത്. അതിന് ചെയ്യേണ്ടത് ആദ്യം ആ 2 പ്ലേറ്റുകൾ ഈ ഷാഫ്റ്റിൻ്റെ അകലത്തിൽ കറക്റ്റ് അകലത്തിൽ വെച്ചതിന് ശേഷം ആ GI പൈപ്പിൻ്റെ പീസ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഷാഫ്റ്റിനെ പ്രസ് ചെയ്യുകയാണ്. ആ താഴോട്ട് പോകുന്ന പൈപ്പ് താഴെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 പ്ലേറ്റിൻ്റെയും ഇടഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇനി കറക്റ്റ് അളവിൽ നമ്മൾ പ്രസ് ചെയ്ത് ഇറക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇതിൻ്റെ വയറ് പഴയതുപോലെ തന്നെ കൊരുത്ത് മുകളിലേക്ക് എടുക്കണം. അങ്ങനെ നമ്മൾ ആ വയറ് ആ കോറിൻ്റെ അടിയിലുള്ള ഹോളിൽ കൂടെ കൊരുത്ത് മുകളിലേക്ക് എടുത്തു. ഇനി നമ്മുടെ ഫാനിനകത്തേക്ക് അത് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗം നോക്കാം. അപ്പോൾ ആദ്യമേ അതിൻ്റെ സ്പ്രിങ് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോറ് ഇറക്കി വെച്ചു. കറക്കം കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ ബെയറിങ്ങിനൊന്നും ടൈറ്റൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ ബെയറിങ് നമുക്കിടാം. അങ്ങനെ മുകൾ ഭാഗത്തെ ബെയറിങ് ഇട്ടു. ഇനി അതിനെ നമുക്ക് അടയ്ക്കാം. അടച്ചതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് കപ്പാസിറ്ററിൻ്റെ പുതിയ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാനുണ്ട്. പുതിയ കപ്പാസിറ്റർ വയ്ക്കാനുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. ഇനി ഒരു കോപ്പർ വൈൻഡിങ്ങൊക്കെ ആണെങ്കിൽ കുറഞ്ഞൊരു 5 കൊല്ലമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഓടും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പുതിയ കപ്പാസിറ്ററിൻ്റെ ക്ലാമ്പാണ്. ഇതെല്ലാം നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ സൈഡിൽ കപ്പാസിറ്ററിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുകയാണ്. ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കപ്പാസിറ്റർ കയറ്റി വയ്ക്കുകയാണ്. കപ്പാസിറ്റർ വെച്ചതിന് ശേഷം
ഇതിൻ്റെ സ്റ്റാർട്ടിങ് വയറിൻ്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞയാണ്. മഞ്ഞയും ഒരു കപ്പാസിറ്ററിൻ്റെ വയറും കൂടാണ് ഒരു കണക്ഷൻ വരുന്നത്. നീലയാണ് റണ്ണിങ് വൈൻഡിങ് വരുന്നത്, അതും അടുത്ത കപ്പാസിറ്ററിൻ്റെ വയറും. പിന്നെ ചുവപ്പ് അതിൻ്റെ വരുന്ന കോമണുമാണ്. അപ്പോൾ മോട്ടറിനായാലും ഇങ്ങനെയാണ് വരുന്നത്. വരുന്ന വീഡിയോകളിൽ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 3 വയർ മോട്ടറിനകത്ത് നിന്ന് വരുന്നത്, കോമണും റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും എങ്ങനെയാണ് മനസ്സിലാക്കുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു മോട്ടറിൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ബൈ.